ആദ്യമേ തന്നെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും പരുമല സെമിനാരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പരുമല സെമിനാരിയുടെ എല്ലാ കാര്യങ്ങളിലും നൽകിക്കൊണ്ടിരിക്കുന്നതായ സഹായ സഹകരണത്തിന്, പ്രത്യേകിച്ച് പെരുന്നാൾ അവസരങ്ങളിൽ നൽകുന്നതായ എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രത്യേകമായ നന്ദി സെമിനാരിക്ക് വേണ്ടി മാന്യനിലയിൽ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഈ വർഷത്തെ പെരുന്നാൾ പരിശുദ്ധനായ പരുമല കൊച്ചുതിരുമേനിയുടെ 113-ാം ഓർമ്മ പെരുന്നാൾ ഈ മാസം 26-ാം തീയതി മുതൽ നവംബർ 2-ാം തീയതി വരെ പരിശുദ്ധ പിതാവ് കവറടങ്ങിയിരിക്കുന്നതായ പരുമല സെമിനാരിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പെരുന്നാളിൻ്റെ 26-ാം തീയതി കൊടിയേറ്റി അത് കഴിഞ്ഞുള്ളതായ ദിവസങ്ങളിലെ വിവിധ പ്രോഗ്രാമുകളും 2-ാം തീയതിയിലെ വിശുദ്ധ കാതോലിക്ക ബാവയുടെ മുഖ്യകാരണത്തിലുള്ളതായ ഒന്നുമേൽ കുർബാനയും ആശീർവാദത്തോടും നേർച്ചകളോടും കൂടി ഈ പെരുന്നാൾ ശുശ്രൂഷകൾ എല്ലാം അവസാനിക്കുന്നു. പെരുന്നാളിൻ്റെ കൊടിയേറ്റ് ശുശ്രൂഷ 26-ാം തീയതി 2 മണിക്ക് ഞങ്ങളുടെ മദ്രാസനാധിപൻ അതിൽ നിന്ന് യുവാനന്മാർ ക്രിസോസ്റ്റോമസിൽ നിർവഹിക്കുന്നു. തുടർന്ന് തീർത്ഥാടന വാര ആഘോഷ ഉദ്ഘാടനവും 3 മണിക്ക് ഇവിടെ വെച്ച് നടത്തപ്പെടുന്നു. തുടർന്ന് വരുന്ന എല്ലാ ദിവസങ്ങളിലും ആത്മീയ സംഘടനകളുടെ സമ്മേളനങ്ങളും എല്ലാ ദിവസങ്ങളിലും സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് തിരുമേനിയെക്കുറിച്ചുള്ള അനുസ്മരണവും കൺവെൻഷനും നടത്തപ്പെടുന്നു. ഈ വർഷം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ കടന്നു വരുന്നതായ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്നതായ തീർത്ഥാടകർക്ക് 1ഉം 2ഉം തീയതികളിലുമായി ഇവിടെ ഈ വർഷം ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 1-ാം തീയതി 31-ാം തീയതി മുതൽ 1-ാം തീയതി മുതൽ 10 മണി കുരിശിലെ കുർബാനയെ തുടർന്ന് ഇവിടെ വരുന്ന എല്ലാവർക്കും ചുക്കുകാപ്പിയും ബണ്ണും 1,00,000 പേർക്ക് നൽകത്തക്കവണ്ണം സെമിനാരിയിൽ ഇപ്രാവശ്യം അത് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. 2-ാം തീയതി വിശുദ്ധ ബാവാതിരുമേനിയുടെ മുഖ്യകാരണത്തിലുള്ള കുർബാനയ്ക്ക് ശേഷം ആശീർവാദം കഴിഞ്ഞ് വിശുദ്ധ തിരുമേനിയുടെ ശ്രാദ്ധ സദ്യ നടത്തപ്പെടുന്നു. എല്ലാ കടന്നു വരുന്ന എല്ലാ തീർത്ഥാടകർക്കും അന്ന് വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കുവാനായിട്ട് ഉള്ളതായ എല്ലാ ക്രമീകരണങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഒരു പുതിയ ക്രമീകരണം എന്ന് പറയുന്നത്. ഈ ഭക്ഷണ ക്രമീകരണങ്ങളും വരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുവാനുള്ളതായ തലേദിവസം വരുന്നവർക്ക് കുടിക്കുവാനുള്ളതായ സൗകര്യങ്ങൾ, ചായയും ബണ്ണും ചുക്ക് കാപ്പിയും ബണ്ണും കൊടുക്കുവാനുള്ളതായ ക്രമീകരണമാണ് പുതുമയുള്ളതായിട്ട് വർഷമുള്ളത്. മറ്റ് വിശദമായ നോട്ടീസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. വാർത്തയും നിങ്ങളുടെ കയ്യിൽ എഴുതി തന്നിട്ടുണ്ട്. എല്ലാവർക്കും പെരുന്നാൾ ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന എല്ലാ പെരുന്നാൾ ചടങ്ങുകളിലും നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങൾ എത്രമാത്രം ഇതിനോട് സഹകരിക്കുന്നു അതനുസരിച്ചായിരിക്കും ലോകം ഈ പെരുന്നാളിനെ അറിയുന്നത്, നിങ്ങളാണ് അറിയിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാവുന്നു. രണ്ടാമത്, പരുമല പെരുന്നാളിനോടനുബന്ധിച്ച് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ പരുമല യാചക നിരോധന മേഖലയും അതുപോലെ മദ്യ നിരോധന മേഖലയും പ്ലാസ്റ്റിക് നിരോധന മേഖലയുമായിട്ട് കളക്ടർ അതിന് ഓർഡർ ഇടാനായിട്ട് ആദ്യയോട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നതായിരിക്കും. അത് ഈ വർഷം ഇംപ്ലിമെൻ്റ് ചെയ്യുവാനായിട്ട് ആഡിയോ ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ പ്രോഗ്രാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുമ്പോൾ 2 പ്രോഗ്രാം പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു. ഒന്നാമത് 2000 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഖില മലങ്കര ഗായക സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ളൊരു സമ്മേളനം 31-ാം തീയതി ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഏകദേശം 2000-ഓളം കൊയർ അംഗങ്ങൾ പങ്കെടുക്കുന്നതായ ഒരു കുർബാനയാണ് അന്ന് രാവിലെ ഉള്ളത്. അന്ന് 2000 കൊയർ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതായ ശ്രുതി ലിറ്ററജിക്കൽ മ്യൂസിക്കിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ MB ജോർജച്ചൻ്റെ നേതൃത്വത്തിലായിരിക്കും ആ കൊയർ അന്നിവിടെ നടത്തപ്പെടുന്നത്. മറ്റൊരു സമ്മേളനം 31-ാം തീയതി തന്നെയാണ്. ഒരു എക്യുമെനിക്കൽ സമ്മേളനമാണ് 30-ാം തീയതി.
30-ാം തീയതി എക്യുമെനിക്കൽ സമ്മേളനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് കൽദായ സഭയിലെ ഇപ്പോഴത്തെ അതിൻ്റെ പ്രധാന മേലധ്യക്ഷനായിരിക്കുന്നതായ മാർ അബ്രഹാം തിരുമേനിയാണ്. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ സിറിയക് തോമസാണ്. അതുപോലെ തന്നെ മാർത്തോമാ സഭയിലെ വലിയ മെത്രാപ്പോലീത്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റോമസ് മാർത്തോമാ വലിയ മെത്രാപ്പോലീത്ത പങ്കെടുക്കുന്നു. ആ ഒരു സമ്മേളനവും ഈ വർഷത്തെ പ്രധാന പ്രോഗ്രാമിൻ്റെ ശ്രദ്ധേയമായ 2 സമ്മേളനങ്ങളാണ് എന്നുള്ള ഓർക്കുന്നു. അതുപോലെ തന്നെ ഒരു മാധ്യമ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും ദിവസം. ആ മാധ്യമ സെമിനാറിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക മാസികയായ മലങ്കര സഭാ മാസികയുടെ ആഭിമുഖ്യത്തിലാണ് ആ മാധ്യമ സെമിനാർ നടക്കുന്നത്. ആ മാധ്യമ സെമിനാറിൽ കേരളത്തിലെ വിവിധ മാധ്യമ പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ബ്ലസ്സിയാണ് അന്ന് പ്രധാനമായിട്ടത് സംഘടിക്കുന്നതായ മുഖ്യ അതിഥി. അതുപോലെ തന്നെ ഗായക സംഘത്തിൻ്റെ സമ്മേളനത്തിൽ 31-ാം തീയതി അന്ന് പ്രധാന മുഖ്യ അതിഥിയായിട്ട് വരുന്നത് സംഗീത സംവിധായകൻ ഔസേപ്പച്ചനാണ് അന്നതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ 2 പ്രോഗ്രാമുകളും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ട് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുവാനായിട്ട് ഇവിടുന്ന് എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങളിലുള്ളതുപോലെ ഈ വർഷം 1-ാം തീയതി 11 മണിക്ക് സഭയുടെ ഏറ്റവും വലിയ ചാരിറ്റി എന്ന് പറയാവുന്ന വിവാഹ സഹായ പദ്ധതിയുടെ വിതരണം അല്ലേ, വിവാഹ സഹായ ധനവിതരണം പരിശുദ്ധ ബാവ തിരുമേനി ഉദ്ഘാടനം ചെയ്യുന്നു. അന്ന് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയാണ്. വിശദമായ നോട്ടീസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാനത് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ നമ്മുടെ പരിമള സെമിനാരി കൗൺസിൽ അംഗങ്ങൾ ഇവിടെയുണ്ട്. പരിമള തിരുമേനി കാലം ചെയ്തതിന് ശേഷം അന്നുള്ള സമയങ്ങളിലെല്ലാം ഈ സദ്യ ഉണ്ടായിരുന്നു. ആ സദ്യയുടെ ഭാഗമായിട്ട് ഇന്നും ആ സദ്യയുണ്ട്. അത് ഈ ഇടവക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പക്ഷേ ഈ ആളുകൾ കൂടുതൽ വന്നപ്പോൾ അത് പരിമിതപ്പെട്ടു പോയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും കൊടുക്കാനുള്ള ഇവിടുത്തെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇത് നൽകുവാനായിട്ട് ഇവിടുത്തെ ഒരു ആള് അത് വിശ്വാസി വഴിപാടായിട്ട് നൽകാനായിട്ട് തയ്യാറായി. അന്നേരം ആ ഒരു ഉദ്യമം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. എല്ലാവർക്കും നിങ്ങൾക്കറിയാം ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ എണ്ണം അത് എങ്ങനെയായി തീരുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആങ്സൈറ്റിയൊക്കെ ഞങ്ങൾക്കുണ്ട്. എങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുകയാണ്. അത് ചെയ്യുന്നത് VKB കേറ്റേഴ്സാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് അരികുപുറത്തെ ആ ഗ്രൗണ്ടിലാണ്. അവിടെയും പള്ളിയുടെ വടക്ക് ഭാഗത്ത് അഴിപ്പുരയുടെ ഇപ്പുറയുള്ള ഗ്രൗണ്ടിലുമായിട്ടാണ് ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അഴിപ്പുരയുടെ ഭാഗത്തായിട്ട് ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അത് ഞങ്ങൾക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ പുതുതായിട്ട് വല്ലതും ചെയ്യുവാനുണ്ടെങ്കിൽ നിർദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അവരുടെ വാഹനങ്ങളകത്തേക്ക് കടത്തിവിടുന്നില്ല, അതിനൊരു പെർമിഷൻ കൊടുക്കണം. പലപ്പോഴും ഈ സെക്യൂരിറ്റികളും പോലീസും ഒക്കെ തടയുക. കാരണം വാഹനത്തോട് കടത്തിവിടുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ വാഹനങ്ങളിലെല്ലാം നിങ്ങളുടെ മീഡിയയുടെ എംബ്ലം കാണുമായിരിക്കുമല്ലോ? ഇല്ല, പ്രസ് കാണുമായിരിക്കുമല്ലോ. ഇപ്രാവശ്യം ഒരു മീഡിയ റൂം ഓപ്പൺ ഇവിടെ ഒത്തിരി പരിമിതികളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഒരു മീഡിയ റൂം ഓപ്പൺ ചെയ്യണമെന്നെ പറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷെ മുറി നോക്കിയിട്ട് അതാണ് ഇവിടുത്തെ പരിമിതി. ഞാൻ സാറുമായിട്ടും ഇവരുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്ന സംഗതി മറ്റൊരു പരിമിതി എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് ഗസ്റ്റ് വന്നാൽ നമുക്കൊരു ഗസ്റ്റ് വന്നാൽ അതും അക്കോമഡേറ്റ് ചെയ്യാനുള്ള പരിമിതി ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട്. രണ്ടാമത് തീർത്ഥാടകരെല്ലാം വരുന്നവർക്കെല്ലാം റൂം വേണമെന്ന് പറഞ്ഞ് വേറെ സംരംഭം നടക്കുമ്പോഴേ അത് എല്ലായിടത്തും ചെറുതിന് പോലും മീഡിയയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്രാവശ്യം മാറ്റം ഉണ്ടാവാനായിട്ട് പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട്. അവരെന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളോടൊക്കെ ചേർന്ന് ഞാനിവിടെ നേരത്തെ ഈ നിർദ്ദേശം സാറിനോട് ചോദിച്ചറിയാം. വന്നപ്പോൾ തന്നെ ഒരു മീഡിയ റൂം ഓപ്പൺ ചെയ്യണ അച്ഛനും ആണോ? അല്ല, ഇപ്പൊ ഞങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ഞങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഗ്രിഗോറിയൻ TV ആക്ച്വലി മീഡിയ റൂമാണ്. പക്ഷെ അത് മുകളിലാന്നേ ഉള്ളൂ. ഔദ്യോഗിക വെബ്സൈറ്റായ ഗ്രിഗോറിയൻ TVക്ക് വേണമെങ്കിൽ നമുക്ക്
അതൊരു ഞങ്ങളുടെ ഔദ്യോഗിക ചാനലാണല്ലോ. ഈ പ്രാവശ്യം 26-ാം തീയതിക്കുള്ളിൽ ഞങ്ങളുടെ എല്ലാ സെറ്റിങ്സും അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ഏണ്ടൊക്കെ 80% ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു. ശരിക്കും വെട്ടം വേണ്ട. ഈ കുഴി അടയ്ക്കാത്തതിനെ സംബന്ധിച്ച് ഇനി ഒരു റിപ്പോർട്ടും കൂടെ ഇന്നലെ ഞങ്ങളുടെ ആഡിയോ പറഞ്ഞത് ഇന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. ആഡിയോയുടെ മീറ്റിംഗിന്റെ ദിവസം ഞങ്ങളുടെ ഒരു വാഗ്ദാനം പറഞ്ഞു ഇന്ന് അത് കൂടി മൂടിയിരിക്കും. പക്ഷേ ഇന്ന് ഒരാഴ്ച കഴിഞ്ഞു. ഒരാൾ കുഴിയ ഒരാൾ പോയാൽ പോകും. അല്ല, ഞാൻ ചോദിച്ചത് അത് നമ്മൾ മാത്രമല്ല, ഞങ്ങൾക്ക് എന്നെ ഇത്രയ്ക്ക് പോയിക്കോളൂ. പക്ഷെ പരിമലയെ സംബന്ധിച്ചിടത്തോളം ഫീഡ്ബാക്ക് പരിമലയുടെ ചുമതലക്കാരുടെ ഒരു ഇതാണ്. കാരണം ഞാൻ പോയി എൻ്റെ പണിയല്ല കുഴി അടക്കുന്നത് ആണോ അല്ല. പക്ഷെ അന്നേരം പൊതുവെ നോക്കുന്ന ഇവിടുത്തെ പൊതുവെ ചുമതല വഹിക്കുന്നവരുടെ അശ്രദ്ധയും അല്ലെങ്കിൽ അതിൻ്റെ കഴിവുറവ് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് മറ്റുള്ളവർ ഇവിടുത്തുകാർ ഇങ്ങനെയാണല്ലോ എന്ന് ഓർക്കും. ഇപ്പം എൻ്റെ നാട്ടിലേക്ക് നിങ്ങൾ വരുമ്പോൾ ആ നാട് ചുമ വൃത്തികേടായിട്ടാണ് നിങ്ങൾ എന്നാ പറയും? അല്ല, താമസം ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഏതായാലും മീഡിയയുടെ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യണേ. കാരണം ഇത്ര ആളുകൾ പരിപാടിയുടെ ഭാഗമായിട്ടെങ്കിലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ റോഡ് പെൻഡിങ് ആയിരുന്നു. അതായത് ഈ റോഡിൻ്റെ അങ്ങ് ടാറിങ് പെൻഡിങ് ആയി. അത് കളക്ടർ തല മീറ്റിങ്ങിൽ അതിൻ്റെ ഇത് വന്നു. രണ്ടാമത് ടാർ എടുക്കുന്ന അടൂർ പ്രശ്നമായി. അപ്പോഴും നമ്മൾ കേന്ദ്ര തലത്തിൽ എമർജൻസി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ടാറിങ് ഇത്. കാരണം ഇലക്ഷൻ ഉള്ളതുകൊണ്ട് അത് ബ്ലോക്കായിരുന്നു. പക്ഷേ എമർജൻസി വെച്ചുകൊണ്ട് ആ ടാറിങ് അവിടെ പൂർത്തീകരിച്ചു. അങ്ങനെ ഒരു എമർജൻസിയിലാണ് പെട്ടെന്ന് ഹൈമാക്സിനാണ് പോലും ഞങ്ങൾക്ക് ഇവിടെ ഇത് ചെയ്തു തന്നു. ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്. ഇപ്പം ഇവിടെ ഒരു ഇലക്ഷൻ്റെ പ്രശ്നം ഒതുക്കാതെ ഈ കുഴി അടയ്ക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പഞ്ചായത്ത് തലത്തിലൊക്കെ മാറ്റണമെന്നാണ്. പിന്നെ പോലീസുകാരുടെ ഒരു വിഷയമായിരുന്നു മറ്റുണ്ടായത്. ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന കഴിഞ്ഞ വർഷത്തോളം പോലീസ് കാണത്തില്ല. കാരണം ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോവുക. അത് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത്. അത് എത്ര വരുമെന്ന് നമുക്കറിയത്തില്ല. അവിടെ നമ്മളെല്ലാവരും കൂടിയാണ് പെരുന്നാൾ നടത്തുന്നത്. അങ്ങനെയായിരിക്കും. അല്ലാതെ ഞങ്ങൾ മാത്രമായി ഇത്ര ഒരു സമൂഹത്തെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടിയാണ് പെരുന്നാൾ നടത്തുന്നതാണ് ഈ പെരുന്നാളിന് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് പോലീസുകാർ കാണത്തില്ല, വരുന്ന ആൾക്കാർ നമ്മൾ പാർക്കിംഗ് ക്രമീകരണങ്ങൾ നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അതൊരു പ്രശ്നമാണ്. പാർക്കിംഗ് ക്രമീകരണങ്ങളെ കുറിച്ച് ആരാ നിങ്ങൾ പറയണേ കറക്റ്റായിട്ട്? എനിക്ക് നല്ല നിശ്ചയമില്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞ് ഇവരെന്ന് എഴുതി നിങ്ങൾ പുറകിലൊക്കെ എഴുതിയെടുത്തു. അതായത് ഞാൻ പറയാം, തിരുവല്ല ഭാഗത്തുനിന്ന് വരുന്നതായ വണ്ടികൾ സൈക്കിൾ മുക്കിൽ പാർക്ക് അങ്ങനെയല്ല, വലിയ ബസ്സുകൾ പാർക്ക് ചെയ്യും. അവിടുന്ന് തീർത്ഥാടകർ നടന്നു വരുന്നത് വലിയ ബസ്സുകൾ പാർക്ക് ചെയ്യും. ചെറിയ വണ്ടികൾ സെമിനാരി പുരയിടത്തിൻ്റെ വടക്കു ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നതായ രണ്ട് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യേണ്ടതാണ്. അതിവർക്കറിയാം. മാവലിക്കര ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ എവിടെ പാർക്ക് ചെയ്യുന്നത്? ചെറുവാഹനങ്ങൾ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. പക്ഷെ അവരാരും ചെറുവാഹനങ്ങളൊക്കെ നമ്മളിവിടെയൊക്കെ ആയിട്ട് ഇടാം. വലിയ വാഹനങ്ങൾ റോഡ് ആ പാതയോരങ്ങളിലൊക്കെ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ അത് എവിടെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എവിടെ അമ്പലത്തിൽ എവിടെയാണ് ഇരട്ടി അമ്പലത്തിന്റെ ആ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. പാർക്ക് ആ സ്ഥലം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നും ആരും നടന്നു വരത്തില്ല. അല്ല, ചെറുവണ്ടികളെല്ലാം തന്നെ പാർക്ക് ചെയ്യാനുള്ള ഒരു ക്രമീകരണം നമുക്കിവിടെ ഉണ്ട്. ഇവിടെ തികയാതെ വന്നാൽ അപ്പോൾ സിപ്കോഡ് ഗ്രൗണ്ടിലേക്ക് വിട്ടാൽ പാർക്ക് ചെയ്യാം. വേറെ 2-3 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറുവണ്ടികളുടെ കാര്യങ്ങൾ വിട്ടിട്ട് വലിയ വണ്ടികൾ അവിടം വരെ വരാവുള്ളൂ എന്ന് എഴുതിയാൽ മതി. ആ കാവിൻ്റെ അവിടെ വരെ, അത് മാവലിക്കര ഭാഗത്ത്. പിന്നെ വരുന്നത് ചെങ്ങന്നൂർ പണ്ടനാട് ഇവിടുന്ന് വരുന്നത് വലിയ ബസ്സുകൾ അവിടുന്നല്ല, അവിടെ സെക്കോട് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യും. മാലിക അവിടെ വലിയ വണ്ടികൾ. ചെറിയ വണ്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുക, വലിയ വണ്ടികൾ അമ്പലത്തിന്റെ
ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ചെറിയ വണ്ടികൾ എടുത്തില്ല. അത് അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. ചെറിയ വണ്ടികൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം മതി. സ്കൂൾ ഗ്രൗണ്ടൊക്കെ നമ്മൾ മെസ്സേജ് കൊടുത്തു. നമ്മൾ വാക്കി ടോക്കി ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. മൊബൈൽ മാത്രം, മൊബൈൽ ജാമർ ഉള്ളതുകൊണ്ട് കിട്ടത്തില്ല. അതുകൊണ്ട് 10-20 വാക്കി ടോക്കി ഒക്കെ എടുത്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റും. പോലീസുകാർക്ക് ഇവർക്കെല്ലാം കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചെറുവണ്ടികൾ ഈ 2 ഗ്രൗണ്ടും 3 ഗ്രൗണ്ടുകളിലായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മതി നമുക്ക് ഈ ആൾ അല്ലെങ്കിൽ പ്രായമുള്ളവർ നടന്നു വരത്തില്ല. അവർ പിന്നെ വഴക്കുണ്ടാക്കും. കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്നത് മാത്രമേ ഇവിടെ ഇങ്ങോട്ട് വരാനൊക്കത്തുള്ളൂ. ഇവിടെ കൂടി ഇങ്ങോട്ട് വണ്ടി കിടത്തി വിടുന്നില്ല. ചെറുവണ്ടികളുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ ഈ വഴിയല്ലേ. വലിയ വണ്ടികൾ സിഡ്കോയുടെ പാർക്കിംഗ് ഗ്രൗണ്ട്, സ്ട്രോബോർഡ് ഫാക്ടറിയുടെ ഗ്രൗണ്ടിൽ 5 ഏക്കറുണ്ട്. വലിയ വണ്ടികൾ. ചെറു വണ്ടികള് സെമിനാരിയുടെ അവിടെ തന്നെ ഉണ്ട്. അവിടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്നതായ ഗ്രൗണ്ടുകളിൽ ക്രമീകരിക്കാവുന്നതാണ്. അത് നമ്മുടെ ഈ വലിയ ഇവിടെ ആയാലും ചെറുവണ്ടികൾ കയറി കിടക്കും. അങ്ങോട്ട് വന്നാലും കുഴപ്പമുണ്ടാവില്ല. പിന്നെ തീർത്ഥാടകരുടെ രഥം വെച്ച വാഹനങ്ങളൊന്നും തന്നെ കയറത്തത്തില്ല. അതൊന്ന് പ്രത്യേകം കാണിച്ചേക്കണം. അപ്പോൾ അവരിപ്പോൾ വന്നോളൂ. അന്നേരം കയറുന്ന പ്രിവിലേജ് ഉള്ളവർക്ക് പാസ് കൊടുക്കുകയാണ്. ഈ പോലീസുകാർക്ക് വലിയ തലവാണ്. അത് പദയാത്രയുടെ രഥം വെച്ച വലിയ ഇവിടെ രഥം കൊണ്ട് നിറയെ ഇവിടെ മുഴുവൻ. അപ്പോൾ ഈ 2-3 ആദ്യം വന്ന തീർത്ഥാടക സംഘം അവിടുന്ന് വന്ന ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു 2-3 കേസുകൾ മാത്രമേ നമ്മളിവിടെ സ്ഥിരം ചെയ്യുന്നുള്ളൂ. അത് ചെയ്തതിലെ പക്ഷേ അത് പാസ് കൊടുക്കും. ഒരു 3 അതല്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 3-4 പാസ് കൊടുത്ത് ഞങ്ങൾ കൊടുത്ത് അത് ചെയ്യും. ബാക്കി ഒന്നും കയറ്റുന്നില്ല എന്നെങ്കിൽ അവിടെ ഇട്ടാൽ മതിയല്ലോ. ഈ വരുന്നവർക്കെല്ലാം തന്നെ ഈ പദയാത്ര മാത്രമല്ല അവരുടെ വാഹനം ഡെക്കറേറ്റ് ചെയ്തതോടുകൂടി തിരുമേനിയെ കാണിക്കണം. അത് എവിടെ കാണാനാ ഇത്രയും ആളുകൾ എന്തോരം വേറെ ഫോണിൽ വിളിക്കണമെന്നറിയോ, ഞങ്ങളുടെ വണ്ടി കയറണം എന്ന് പറഞ്ഞു. നമ്മൾ ഈ വണ്ടിയെല്ലാം കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാലം പോകാം. പിന്നെ ഞങ്ങൾ റോഡൊന്നും കുത്തിപ്പൊളിച്ച് വലിയ പരിപാടി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. മുത്തൂറ്റ് പറഞ്ഞപ്പോഴും റോഡ് കുഴിയെടുത്തിട്ടില്ല, ഘടിപ്പിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് നിരോധന മേഖലയായിട്ടാണ്. നിങ്ങളും അതൊന്ന് യാചക നിരോധന മേഖലയാണ്. അത് ഇങ്ങനെയാണ് RDO പറഞ്ഞിരിക്കുന്നത്. RDOയുടെ പ്രസ് ഇതുവരെ പോയില്ല. അന്ന് കൊടുക്കാമെന്ന് പുള്ളി പറഞ്ഞിരുന്നത്. അതായത് RDO പറഞ്ഞ യാചകർ പുള്ളിക്ക് സൈക്കിൾ ബുക്കിൻ്റെ ഭാഗത്തും അമ്പലത്തിൻ്റെ ഭാഗത്തും ഒക്കെ ഔട്ടറിൽ ഇരുന്നാൽ കുഴപ്പമില്ല എന്ന ആ രീതിയിലേക്ക് നിങ്ങൾ ഒന്ന് എഴുതുന്നതല്ലായിരിക്കും. അതായത് അല്ല സൈക്കിൾ ബുക്കിലല്ല, അവരെല്ലാം പാലം കഴിഞ്ഞിട്ടൊക്കെ വാർത്തപ്പുറമൊക്കെ ഇരിക്കുന്നത്. അല്ല നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ വരുന്ന ഒന്നും മലയാളീസ് അല്ല, മറിച്ച് അല്ല പുറത്തുനിന്ന് അവരെല്ലാം ഒത്തിരി രോഗമുള്ളവരൊക്കെ ആയിരിക്കും. അവരുടെ ആ രോഗങ്ങളെ ഈ വണ്ടിയെ കൊണ്ട് നടക്കുക. അവരൊക്കെ പല രോഗങ്ങളിലൊക്കെ പെട്ട ആൾക്കാരായിരിക്കും. എന്ത് രോഗമാണെന്ന് നമുക്കറിയത്തില്ല. അതെല്ലാം ഈ വലിയ സമൂഹത്തിലേക്കാണ് വന്നയാടുന്നത്. അതാ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് പ്രോബ്ലം തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർക്കും മാധ്യമക്കാർക്കും ഒക്കെ പ്രയാസമുള്ളതുകൊണ്ട് ഇവിടുത്തെ വഴിയോര കച്ചവടമൊക്കെ അതിനെ എൻകറേജ് ചെയ്യും. പക്ഷേ അതിനകത്തൊക്കെ സംഭവിക്കുന്ന ഒരു സംഭവം ഇതാണ്. അതിനകത്തൊക്കെ ഒത്തിരി രോഗങ്ങൾ എങ്ങനെ വന്നു ചേരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇവരെവിടെയാണ് മിക്സ് ചെയ്യുന്നത്. അതിൽ എത്ര നല്ല ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട്, അതിനകത്ത് മറ്റേ കള്ളന്മാരുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. യാചകരുടെ വേഷത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഈ മോഷണമുണ്ട്. ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളത് ആവശ്യമാണ്. അല്ല നിങ്ങൾ ചെയ്തോളൂ. ഇതിൻ്റെ ന്യൂസ് കോർഡിനേഷൻ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം ചെയ്തത്? ഡൊമിനിക്ക് എന്നെ വിളിച്ചിട്ട് അച്ഛാ അത് അയക്കാൻ പറയരുത്. സാധാരണ ഉള്ളൊരു പ്രയാസമാണ്. ഡൊമിനിക്ക് വേണ്ട രീതിയിൽ നമ്മളതെല്ലാം ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതിൻ്റെതായ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. അതിന് അല്ല, അനുവിന് ഒരു കോപ്പി ഞാൻ കൊടുത്താൽ മതി. അനു പറഞ്ഞായിരുന്നു അതാണു. അല്ല ഇവിടെ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നില്ല. അത് നിങ്ങളൊന്ന് എഴുതേണ്ടതാണ്. നമ്മൾ റോഡ് ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട RDO തല മീറ്റിങ്ങിൽ നമ്മൾ ഫുൾ ടൈം ക്ലീനിങ് ഒരു ഗ്രൂപ്പിനെ നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് വണ്ടിയിൽ അവരിങ്ങനെ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർ ഒരു ദിവസം 3-4 പ്രാവശ്യം റോഡുകളിൽ പോവുകയും നമ്മൾ കുറേ ബിന്നുകളൊക്കെ വയ്ക്കുന്നുണ്ട്. ആ ബിന്നുകളിൽ കളക്ട് ചെയ്യും, മറ്റു കിടക്കുന്നതെല്ലാം ക്ലീൻ ചെയ്യും. ഇത് ശബരിമലയിലും അതുപോലെ ചക്കളത്ത് ഇവിടെ എല്ലാം ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ RDOയുടെ തലത്തിൽ നമ്മൾ അവരോട് പറഞ്ഞിട്ട് നമ്മൾ ഹയർ ചെയ്തിരിക്കുക. അവർക്ക് താമസവും അവർക്ക് റെൻറ്റും എല്ലാം കൊടുത്ത് വണ്ടിയും കൊടുത്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന ഈ പ്രശ്നമുണ്ടല്ലോ, എന്താ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോബ്ലം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള ഈ പ്രാവശ്യത്തെ ഒരു ഇത് ചെയ്യുന്നത്. അതിന് ഇച്ചിരി പൈസ ആവുമായിരിക്കും അവരുടെ താമസം ഇതൊക്കെ ആണെങ്കിലും. അല്ല, അതവർ കോൺട്രാക്ട് ഈ ഗവൺമെൻറ് ലേബർ ആയതാണ്.
ശബരിമലയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത്, ഇത്ര കിലോമീറ്റർ കൊടുക്കുകയും അപ്പൊ ഈ യൂണിറ്റിനെ യുവജന പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട അവർ മാനേജ് ചെയ്തോളൂ. ഞാനാ സംസാരിച്ചായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഇപ്പൊ യൂത്ത് ചെയ്യുന്നുണ്ടല്ലോ, യുവജന പ്രസ്ഥാനവും ഇവരും കൂടെ അവർ ചെയ്യുന്നുണ്ടോ നോക്കണം. ഇല്ല ഈ മാർഗ തടസ്സം വരാതെ പദയാത്രക്കാരും വാഹനങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധ ചെയ്തു. പിന്നെ ഇതിന് ഞങ്ങളുടെ ഈ പദയാത്രയും ട്രാഫിക്കും പൊതുസമൂഹത്തിന് പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ റോട്ടിൽ കൂടെ പോകുന്ന എല്ലാവരും ഇങ്ങോട്ട് വരുന്നവരല്ലോ. നമ്മുടെ എല്ലാ രാഷ്ട്രീയ സമ്മേളനമായാലും മറ്റു സമ്മേളനമായാലും പൊതുസമൂഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കാരണം ആ റോഡ് എവിടുന്നോട്ട് ബ്ലോക്ക് ആണെന്നറിയാം. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യാനായിട്ട് എല്ലായിടത്തും ഒന്നും ചേർന്നു. പിന്നെ ഈ പ്രാവശ്യം 31-ാം തീയതി മുതൽ വെള്ളിയാഴ്ച മുതൽ ആളായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 30 മുതൽ ആളായിരിക്കും ഉണ്ടാവും. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലഞ്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാവരും